വയലാർ എന്ന് പറയുന്ന വ്യക്തിയെയും കവിയെയും ഒന്ന് വിലയിരുത്താനും അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ സ്മരണയോടൊപ്പം ഒട്ടുനേരം സഞ്ചരിക്കാനും മാത്രമേ ഈ ഒരു ഹ്രസ്വ പ്രഭാഷണം കൊണ്ട് ഉതകുകയുള്ളൂ. വ്യക്തിപരമായി പറഞ്ഞാൽ ഞാൻ വയലാർ രാമവർമ്മയെ 3-4 തവണ മാത്രമേ നേരിട്ട് കണ്ടിട്ടുള്ളൂ. അതൊന്ന് മദ്രാസിലെ ഞാൻ ആദ്യമായിട്ട് ഗാനത്തിൻ്റെ റെക്കോർഡിങ്ങിന് പോയപ്പോൾ വയലാർ അവിടെ ഉണ്ട്. കല്യാണ രാത്രിയിൽ എന്നുള്ളൊരു സിനിമയുടെ എൻ്റെ അച്ഛൻ്റെ പടത്തിൽ. പിന്നീട് അദ്ദേഹം വീട്ടിൽ വന്നിട്ടുണ്ട്. ഒരു ദിവസം അദ്ദേഹത്തിന് എൻ്റെ അച്ഛൻ്റെ ഒരു സിനിമ തൊട്ടാവാടി എന്നൊരു സിനിമയുടെ കമ്പോസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ തെക്കാട് PWD റെസ്റ്റ് ഹൗസിൽ കമ്പോസിങ് നടക്കുമ്പോൾ അന്ന് എനിക്ക് പണിയൊന്നുമില്ല നടക്കുന്ന സമയമാണ്, MA കഴിഞ്ഞ് നടക്കുന്ന ഒരു സമയത്ത് അച്ഛൻ്റെ ഡ്രൈവറായിട്ട് നടക്കുന്ന സമയത്ത് LPR വർമ്മയും വയലാറും കൂടി ഇവിടെ വന്ന്, അതെനിക്ക് തോന്നുന്നത് 1974-75 ആയിരിക്കണം. മരിക്കുന്നതിന് കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് തൊട്ടാവാടിയുടെ കമ്പോസിങ് ഇവിടെ നടക്കുന്നത്. അന്ന് ഉപാസന എന്നുള്ള പാട്ട്, അതുപോലെ തന്നെ അതിനകത്ത് ചമ്പകമോ കൈനീട്ടി പുണരാത്ത കാഞ്ഞിരമൺ മറ്റൊരു പാട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വയലാർ എഴുതിക്കൊണ്ട് വന്നിട്ട് ആദ്യമായിട്ടത് എല്ലാവരും ഇരിക്കുക, പ്രൊഡ്യൂസറും ഡയറക്ടറും മ്യൂസിക് ഡയറക്ടറും ഇരിക്കുക, വായിച്ച് കേൾപ്പിക്കാൻ എന്നെയാണ് ഏൽപ്പിച്ചത്. ഇവനൊരു കവിയാണല്ലോ, ഇയാൾ തന്നെ വായിക്കട്ടെ എന്ന് പറഞ്ഞത് വായിച്ചു കൊടുത്ത, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ അത് വായിച്ചു കൊടുത്ത ഒരു സന്ദർഭം എനിക്ക് ഓർമ്മ ഉണ്ട്. അന്ന് വൈകുന്നേരം ഏണിപ്പടികളുടെ 50-ാം ദിവസത്തിൻ്റെ വാർഷികം, അതിൻ്റെ ആഘോഷം ടാഗോർ തിയേറ്ററിൽ നടക്കുകയാണ്. അന്ന് വയലാർ എവിടെയൊക്കെ പോകണമെന്ന് പറഞ്ഞിട്ട് ഞാനാണ് അദ്ദേഹത്തിൻ്റെ ഡ്രൈവറായിട്ട് എൻ്റെ കാറിൽ, അച്ഛൻ്റെ കാറിൽ ഇവിടെയൊക്കെ കൊണ്ടുപോയി. ഇവിടെയാണെന്ന് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നില്ല. വൈകുന്നേരം ടാഗോർ തിയേറ്ററിൽ കൊണ്ട് ഇറക്കുന്നതിന് മുമ്പ് എന്നോട് പറയുന്നത്, നമുക്ക് മുറിയിലൊന്ന് പോകണം, മുണ്ട് വളരെ മുഷിഞ്ഞിരിക്കുന്നു, മാറണം എന്ന് പറഞ്ഞ് ഇങ്ങനെ പോയി മുണ്ട് ഷർട്ടുമൊക്കെ മാറി അവിടെ കൊണ്ട് വിട്ടത് എനിക്ക് ഓർമ്മയുണ്ട്. നമ്മൾ ഓർക്കുന്നില്ലല്ലോ ഇത് ഈ മനുഷ്യൻ കുറച്ച് കഴിയുമ്പോൾ നമ്മളെ വിട്ടുപോകുമെന്നോ ഒരു ലെജൻഡറി ആയിട്ട് മാറുമെന്നോ നമുക്കത് ഓർമ്മയില്ല. അച്ഛൻ്റെ ഒരു സുഹൃത്ത്, കവി, എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കവി, അതുകൊണ്ട് ഞാനിങ്ങനെ കൊണ്ട് നടന്നു. അതിൽ കൂടുതൽ എനിക്കൊന്നും ആ ദിവസത്തെ പറ്റി ഇപ്പോൾ ഓർമ്മയില്ല എന്നുള്ളത് ഒരു പശ്ചാത്താപത്തോടു കൂടി ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഞാൻ കാണുന്നത് 1975 ഒക്ടോബർ 26-ാം തീയതി രാത്രി, അദ്ദേഹം 26-ാം തീയതി രാത്രി മെഡിക്കൽ കോളേജിൽ അദ്ദേഹം മരിക്കുന്ന സന്ദർഭത്തിലാണ്. ഞാനന്ന് എനിക്ക് സാമൂഹികമായ സ്ഥാനമൊന്നും ഇല്ലാത്ത സമയമായിട്ടും ഞാൻ അവിടെ പോയി നിന്നു. കാരണം നമ്മുടെ ഇഷ്ടകവി മരണത്തോട് മല്ലിട്ടുകൊണ്ട് ആശുപത്രിയിൽ കിടക്കുമ്പോൾ എനിക്കിവിടെ പോയി നിൽക്കേണ്ടതൊരാവശ്യമാണെന്ന് എനിക്ക് തോന്നി. അങ്ങനെ അന്ന് പുലർച്ചെ 3 മണിക്ക് വെച്ചാണ് വയലാർ മരിക്കുന്നത്. അതിൻ്റെ പിറ്റേന്ന് ആണ് കേരളം കണ്ടതിന് ഏറ്റവും വലിയൊരു വിലാപയാത്ര നമ്മൾ കാണുന്നത്. ഈ ടൗൺ ഹാളിൽ അദ്ദേഹത്തിൻ്റെ ശരീരം കിടത്തി ഇവിടുന്ന് ചേർത്തല വരെ എത്താൻ അനേകം മണിക്കൂറുകൾ എടുത്ത ഒരു വിലാപയാത്ര. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സ്വാധീനം കൊണ്ടൊന്നുമല്ല ഇത്രയേറെ മനുഷ്യർ പങ്കെടുത്തത്. രാഷ്ട്രീയമുണ്ട് തീർച്ചയായിട്ടും. പക്ഷേ 47-ാം വയസ്സിൽ അന്തരിക്കുമ്പോൾ 47 വയസ്സെന്നുള്ളത് ചെറുപ്പമാണ് എന്ന് ആ പ്രായം തിരിച്ചിട്ട് 74 വയസ്സായി എനിക്കിപ്പോൾ മനസ്സിലാവും. 74 ചെറുപ്പം തന്നെ അല്ലെന്നല്ല, എങ്കിലും 47 കുറേ കൂടെ ചെറുപ്പമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ 47 വയസ്സ് മാത്രമുള്ള ഒരു കവി, അദ്ദേഹം എഴുതുന്ന ഓരോ ഗാനവും ഒരു ചിത്രത്തിൻ്റെ വിജയത്തിൻ്റെ മൂല്യമായി കണക്കാക്കപ്പെടുന്ന ഒരു കാലം. അന്ന് ഞങ്ങളൊക്കെ സിനിമയ്ക്ക് പോകുന്നത് ഗാനരചന വയലാർ, സംഗീതം ദേവരാജൻ, എന്നാൽ പിന്നെ പൊക്കളയാം. അതല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും ഞങ്ങൾ ആകർഷിക്കുന്നില്ല. അങ്ങനെ ഒരു കാലമുണ്ടായി. വയലാറിൻ്റെ പാട്ടല്ലേ, നമുക്ക് പോയേക്കാം. അങ്ങനെ ഒരു കീർത്തിയുടെ ഉത്തുംഗതയിൽ നിന്ന ഒരു സമയത്ത് വളരെ പെട്ടെന്ന് ഒരു 4-5 ദിവസത്തെ അസുഖം മാത്രം വന്നിട്ട് അദ്ദേഹം നമ്മളെ വിട്ടുപോയി. കേരളത്തിൽ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഒരു ദേഹവിയോഗം. ഇപ്പം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അന്നത്തെ യുവത്വം പാടി നടന്ന പാട്ടുകൾ, അന്നത്തെ യുവത്വത്തിൻ്റെ സ്വപ്നങ്ങൾ, കൗമാര സ്വപ്നങ്ങൾ, യുവാക്കളുടെ സ്വപ്നങ്ങൾ, പ്രണയ സ്വപ്നങ്ങൾ, മനുഷ്യജീവിതത്തിൻ്റെ സംഘർഷങ്ങളൊക്കെ തന്നെ സാധാരണ മനുഷ്യന് മനസ്സിലാവുന്ന തരത്തിൽ അനേകം സിനിമകൾക്ക്, ഓരോ ആഴ്ചയും പുറത്തിറങ്ങിക്കൊണ്ടിരുന്ന സിനിമകൾക്ക് പാട്ടെഴുതി മലയാളിയുടെ മനസ്സിൽ ചേക്കേറിയ ഒരു കവി കൂടുവിട്ട് പോയപ്പോഴാണ് കേരളമാകെ കണ്ണീരിൽ മുങ്ങിപ്പോയത് എന്നെനിക്കിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാവുകയാണ്. ഒരു കാര്യം, 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ചില പാട്ടുകളിലേക്ക് കിടക്കാം. ഒന്ന്, നമ്മൾ വിചാരിക്കും വയലാർ രാമവർമ്മ എന്ന് പറയുന്ന കവി ഒരുപാട് കാലം ഇവിടെ ഈ സിനിമാ രംഗത്ത് പ്രവർത്തിച്ചുവല്ലോ എന്നൊക്കെ നമുക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാകും. വാസ്തവം പറഞ്ഞാൽ ഈ മദുരാശിയിൽ പോയി സിനിമാ വ്യവസായത്തിൻ്റെ അവിഭാജ്യ ഘടകമായി വയലാർ മാറിയതും നമുക്ക് ഇത്രയേറെ പാട്ടുകൾ നമുക്ക് തന്ന ഒരു സംഗീതത്തിൻ്റെ വസന്തകാലവുമെല്ലാം കേവലം 13-14 വർഷത്തിൻ്റെ ഉൽപ്പന്നങ്ങളായിരുന്നു എന്നുള്ളത് നമ്മളൊരു പക്ഷേ ഒരു വിസ്മയത്തോടു കൂടി മാത്രമേ നമുക്ക് ഓർക്കാൻ സാധിക്കൂ.
ഭാര്യ എന്ന് പറയുന്ന ചിത്രം 1961 എനിക്ക് തോന്നുന്നു പുറത്തു. 61 62. ആ ചിത്രത്തോടു കൂടിയാണ് ദേവരാജൻ എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടർ ഫുൾ ടൈം ഫിലിം മ്യൂസിക് ഡയറക്ടറായി മാറുന്നത്. അതിനു മുമ്പ് അദ്ദേഹം കച്ചേരിയൊക്കെ നടത്താൻ പോകുമായിരുന്നു. പക്ഷേ ഭാര്യയുടെ അഭൂതപൂർവമായ വിജയത്തോടു കൂടി ദേവരാജൻ പിന്നെ വളരെ കർക്കശക്കാരനാണ്. അവനവൻ്റെ കാര്യത്തിലും കാർക്കശ്യമാണ്. ഇനി ഞാൻ കച്ചേരി പാടുന്നില്ല, ഇനി സംഗീതമേ ഉള്ളൂ എന്ന് പറഞ്ഞ് അദ്ദേഹം ഫുൾ ടൈമായി ഒരു മ്യൂസിക് ഡയറക്ടറായി മാറുന്നു. ഭാര്യയിലെ പാട്ടുകളുടെ അഭൂതപൂർവമായ വിജയം. ഇപ്പോൾ പെരിയാറെ പെരിയാറെ എന്നുള്ള പാട്ട് ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ അത് ഓർമ്മ ജനിക്കുന്ന കുട്ടിക്ക് വരെ പറയാമെന്നുള്ള പട്ടിൽ അത്ര പോപ്പുലറായ പാട്ടാണ്. ആ പാട്ടുകളോടുകൂടി വയലാർ എന്ന് പറയുന്ന ഗാനരചയിതാവ് മലയാള സിനിമയുടെ മുഖ്യധാരയിലെ ഒരു അവിഭാജ്യ ഘടകമായി വയലാറും ദേവരാജനും മാറുന്നു. സ്വാഭാവികമായും അന്ന് മദ്രാസിലാണ് സിനിമകളെല്ലാം എടുക്കുന്നത്. അതുവരെ വയലാർ മദ്രാസിലൊന്നും അധികം പോയിട്ടൊന്നുമില്ല. അപ്പോൾ വളരെ അപൂർവമായിട്ടുള്ള സിനിമകളേ ഉള്ളൂ. കൂടപ്പിറപ്പിന് ശേഷം അധികം പടങ്ങളൊന്നുമില്ല. ഭാര്യയോടുകൂടി വളരെ തിരക്കുള്ള ഒരു സംഗീത ശില്പിയായി അദ്ദേഹം മാറുകയും ഈ 62 തൊട്ട് ഈ 75 അവസാനം ഒക്ടോബറിലേക്ക് വീട്ടിലേക്ക് വന്ന ഈ 13 വർഷങ്ങൾ മാത്രമേ വയലാർ മദ്രാസിൽ ജീവിച്ച് ഈ ഗാനങ്ങളെല്ലാം നമുക്ക് സൃഷ്ടിച്ചു തന്നത് കേവലം ഒരു വ്യാഴവട്ടം കൊണ്ടായിരുന്നു എന്നുള്ളത് ചരിത്രത്തിലെ ഒരു കൗതുകകരമായിട്ടുള്ള നിരീക്ഷണം. കേവലം 13 വർഷങ്ങളുടെ ഉൽപ്പന്നമാണ്, അല്ലെങ്കിൽ അതിൻ്റെ സർഗസൃഷ്ടിയാണ് മലയാള ചലച്ചിത്ര സംഗീതത്തിലെ ഒരു വലിയ വിസ്മയത്തിൻ്റെ തുരുത്തായി ഇങ്ങനെ നമ്മളെ ഒരു മരതക ദ്വീപായി നമ്മുടെ മുമ്പിൽ കാണുന്നത് ഈ 13 വർഷത്തെ രചനയാണ് എന്നുള്ളതാണ്. അതെനിക്ക് ഊഹിക്കാം. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്ക് എല്ലാവർക്കും അറിയാം. വൈകിട്ട് 10 മണിക്ക് ശേഷം പിന്നെ എഴുത്തൊന്നും നടക്കുകയില്ല. കാരണം അതാണ് അവസ്ഥ. പക്ഷേ 10 മണി വരെ 9 മണി വരെ അദ്ദേഹം വളരെ സജീവമാണ്. രാവിലെ 3 മണിക്ക് ഉണരും, അല്ലെങ്കിൽ 3:30 മണിക്ക് ഉണർന്നു കഴിഞ്ഞാൽ തലേ ദിവസം കേട്ട കഥാസന്ദർഭങ്ങളെല്ലാം കുറിച്ച് വെച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ട്. രാവിലെ 3 മണി തൊട്ട് ഒരു 10-10:30 മണി വരെ പാട്ട് എഴുതും. 1-2 പാട്ടൊക്കെ ഓർമ്മിച്ചൊക്കെ വെച്ചിട്ടുണ്ടാവും. പാട്ട് എഴുതുന്നു, അതൊക്കെ പോക്കറ്റിലിടുന്നു, എല്ലാവരെയൊക്കെ വിളിച്ചൊക്കെ കൊണ്ടു കൊടുക്കുന്നു. മിക്കവാറും പുതിയ ഏതെങ്കിലും ഒരു പടം വന്നിട്ടുണ്ടോ അതിൻ്റെ കഥ കേൾക്കാൻ ഉച്ചയ്ക്ക് പോകുന്നു. ചിലയിടത്ത് റെക്കോർഡിംഗ് ഉണ്ടെങ്കിൽ അവിടെ പോയി തല കാണിക്കുന്നു. അടുത്ത ദിവസത്തേക്ക് കൊടുക്കേണ്ട പാട്ടുകളായി, അല്ലെങ്കിൽ അടുത്ത ആഴ്ച കൊടുക്കേണ്ട പാട്ടുകളായി, ഇങ്ങനെ കണ്ടിന്യൂസ് ആണ്. വൈകിട്ട് 8 മണിക്ക് ശേഷം 3 മണി വരെ അദ്ദേഹത്തെ കിട്ടുകയല്ല. കാരണം ഒന്നും പോയി യാതൊരു പ്രയോജനമില്ല. എൻ്റെ അച്ഛനൊക്കെ ആ ഗ്യാങ്ങിൽപ്പെട്ട ആൾക്കാരാണ്. വൈകിട്ട് വയലാറിനെ കാണുന്നവരാണ്. അതൊരു സോഷ്യലൈസിങ് അങ്ങനെയാണിത്. പക്ഷെ 3 മണിക്ക് ഏത് പരുവത്തിൽ കിടന്നാലും 3 മണിക്ക് അദ്ദേഹം ഉണരുകയും കൃത്യമായി പാട്ടുകൾ കൊടുക്കും. ചില പാട്ടുകളൊക്കെ താമസിക്കുക, അവർ കാത്തിരിക്കുകയൊക്കെ ചെയ്യും. നമ്മളൊക്കെ അങ്ങനെ കാത്തിരുന്ന് പാട്ട് കൊടുക്കാൻ താമസിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ പുതിയ രീതിയാണെങ്കിൽ അയാളെ മാറ്റി വേറെ ആളെ കൊണ്ട് പാട്ട് എഴുതും, അത്രേ ഉള്ളൂ. പക്ഷെ അങ്ങനെയല്ല, വയലാറിൻ്റെ പാട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ പാട്ടുകളിലേക്ക് വരാം. ഞാൻ ശ്രീ ഹരിഹരനുമായിട്ട് കുറച്ച് അടുത്ത് പല കാര്യങ്ങൾക്ക് ഇടപഴകുമ്പോൾ അദ്ദേഹം സ്ഥിരമായി പറയുന്ന ഒരു കാര്യമുണ്ട്. വയലാറിനോട് അന്ന് ആരും പാട്ട് മാറ്റി എഴുതാനൊന്നും പറയുകയില്ല. അപ്പോൾ രാജഹംസം എന്നുള്ളൊരു സിനിമയിൽ വയലാർ ഹരിഹരന് വേണ്ടി പാട്ട് എഴുതി. അപ്പോൾ ഒരു പാട്ട് എഴുതി കൊടുത്തിട്ട് ഏൽപ്പിച്ചപ്പോൾ ഹരിഹരൻ അത് അത്ര മുഖ്യമായില്ല. അന്ന് ഹരിഹരൻ പുതിയ ഡയറക്ടറാണ്, എൻ്റെ അച്ഛൻ്റെ അസിസ്റ്റൻ്റായിരുന്നു. അപ്പോൾ ആദ്യത്തെ 2ാമത്തെ 3ാമത്തെ പടമാണ്, ഒരു അപ്കമിങ് ഡയറക്ടർ മാത്രമാണ്. വയലാർ അന്നത്തേക്ക് എൻ്റെ എസ്റ്റാബ്ലിഷ്ഡ് റൈറ്ററാണ്. അപ്പോൾ ഇദ്ദേഹത്തിനോട് എങ്ങനെ പറയും ഒരു പാട്ട് മാറ്റണമെന്ന്. അപ്പോൾ എന്നിട്ടും വിളിച്ച് പറഞ്ഞു, സാർ ആ പാട്ടൊന്ന് മാറ്റണം. എന്താ ഒരു കുഴപ്പം എന്ന് ചോദിച്ചു. അത്ര ഇഷ്ടപ്പെട്ടില്ല. ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് വെച്ചു. പിറ്റേന്ന് അടുത്ത രംഗം എന്ന് പറയുന്നത് പിറ്റേന്ന് രാവിലെ 3:30 മണിക്ക് വിളിച്ചുണർത്തി. പിറ്റേന്ന് രാവിലെ പുലർച്ചെ 3:30 മണിക്ക് ഹരിഹരനെ വിളിച്ചിട്ട് പറഞ്ഞു, കയ്യിൽ പേനയും പേപ്പറുണ്ട്, എടുത്തു. ഫോണിൽ കൂടെ പറഞ്ഞു കൊടുക്കുകയാണ്, സന്യാസിനി പുണ്യാശ്രമത്തിൽ ഞാൻ സന്ധ്യാദീപവുമായി വന്നു. അപ്പോൾ ഹരിഹരൻ പറയുന്നത്, പാട്ടങ്ങോട്ട് പുരോഗമിക്കുന്നതോറും എനിക്ക് കണ്ണീര് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. രാത്രി വെളുപ്പം കാലത്ത് 3:30 മണിക്ക് വിളിച്ചുണർത്തിട്ട് എഴുതിയെടുത്തോളാനാണ് പറഞ്ഞത്. കാരണം പിറ്റേന്ന് എനിക്ക് സമയമില്ല എഴുതിയെടുത്തു. അവിടെയാണ് രാത്രി പകലിനോട് എന്ന പോലെ യാത്ര ചോദിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അതൊരു പാട്ടുണ്ടായി വന്ന് അപ്പം തന്നെ കൊടുക്കുക എന്നുള്ളത്. ആദ്യം ഇഷ്ടപ്പെട്ടില്ല, മാറ്റി എഴുതാൻ പറഞ്ഞു. പക്ഷെ മാറ്റി എഴുതിയപ്പോഴോ അതീവ ചാരുവായിട്ടുള്ളൊരു ഗാനം മലയാളത്തിന് കിട്ടി. അപ്പോൾ ഇങ്ങനെ ഒരുപാട് സ്വഭാവത്തിൻ്റെ പ്രത്യേകതകളുണ്ട്. അദ്ദേഹത്തിനെ പറ്റി ഒരുപാട് കഥകളുണ്ട്. പിന്നെ ശബരിമലയിൽ തങ്ങ സൂര്യോദയം എന്നുള്ളൊരു പാട്ട് മെരിലാലിന് വേണ്ടി എഴുതി കൊടുത്തിട്ട് തിരിച്ചവിടെ ചെല്ലുമ്പോൾ തോപ്പിൽ വാസി കാത്തിരിക്കുകയാണ്, ഒരു നാടകത്തിന് വേണ്ടി പാട്ട് എഴുതാമെന്ന് പറഞ്ഞിട്ട് കുട്ടൻ പോയിട്ട് കണ്ടില്ല. നാടകത്തിന് സമയമായി. അപ്പോൾ ഇദ്ദേഹത്തെ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് അദ്ദേഹം കാറിൽ ചെല്ലുന്നു. അപ്പോൾ വാസി വലിയ പരിഭവം പറഞ്ഞു,
കേട്ടോ, ഞങ്ങളുടെ സംഗതി ആകെ തെറ്റിയില്ലേ, എത്ര മുമ്പ് നാടകം തീർക്കേണ്ടായിരുന്നു, പാട്ട് കിട്ടിയില്ല, അതിനെന്താ കുഴപ്പമില്ല. അപ്പം തന്നെ കാറിൻ്റെ മുകളിൽ വെച്ച് എഴുതി കൊടുത്തു, ശബരിമലയിലും കല്ല്, ശക്തീശ്വരത്തും കല്ല്, തൃച്ചംബരത്തും കല്ലെന്നൊക്കെ പറഞ്ഞൊരു പാട്ടുണ്ടല്ലോ. പിന്നെ കല്ലിനെ തൊഴുന്നവരെ നിങ്ങൾ കൽപ്പടിക്കാരെ മറക്കരുത് എന്ന് നാടകം. തികച്ചും വ്യത്യസ്തമാണ്, രണ്ട് ഭാവങ്ങളാണ്. ഒന്ന് ശബരിമലയിൽ തങ്ക സൂര്യോദയം ഭക്തന് വേണ്ടി എഴുതി കൊടുത്തു, അവിടെ പോയിട്ട് പിന്നെ നാസ്തികനായിട്ടുള്ള കോപ്പൽവാസിക്ക് വേണ്ടി ശബരിമലയിലും കല്ല്. ഇത് രണ്ടും ശരിയാണല്ലോ, രണ്ടും ശരിയാണല്ലോ. ഈ കല്ലിനെ ദൈവമാക്കുന്നത് നമ്മളല്ലേ, മനസ്സിലായില്ല ഇതിലെല്ലാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ദൈവവിശ്വാസത്തിലേക്ക് കടന്നാൽ നമുക്ക് ഒരുപാട് സമയം വേണ്ടി വരും. ഞാനത് പറയാം. അപ്പോൾ ഈ വയലാർ എന്ന് പറയുന്ന ഒരു വ്യക്തി, ഞാൻ പറഞ്ഞല്ലോ 47 വയസ്സിൽ അദ്ദേഹം അന്തരിക്കുമ്പോൾ നമുക്കെന്തൊരു വലിയ നഷ്ടബോധം കേരളത്തിനുണ്ടായതിൻ്റെ കാരണം ഈ പാട്ടുകളുടെ മേന്മ മാത്രമല്ല, അത് തീർച്ചയായിട്ടും ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ എത്ര ഗംഭീരമായിട്ടുള്ള സാഹിത്യം രചിച്ചാലും പാട്ട് രചിച്ചാലും കവിത എഴുതിയാലും ആ വ്യക്തിയുടെ ഒരു സത്ത, ഒരു വ്യക്തി സത്ത കൂടി നമുക്ക് ആകർഷകവും സ്വീകാര്യവും സ്നേഹം തോന്നുന്നതുമല്ല എങ്കിൽ ഒരെഴുത്തുകാരനും നമ്മുടെ ഹൃദയത്തിൽ അധികകാലം ജീവിക്കുകയില്ല. ഈ ഒരു ലിറ്റററി പേഴ്സണാലിറ്റിയും ട്രൂ പേഴ്സണാലിറ്റിയും തമ്മിലുള്ളൊരു ബന്ധം അത് ഏറ്റവും പൂർണ്ണമായി നമ്മൾ കണ്ടിട്ടുള്ളത് ടാഗോറിലാണ്. അദ്ദേഹം ഒരു മിസ്റ്റിക് പോയറ്റാണ്. അദ്ദേഹത്തിനെ കണ്ടാലും അങ്ങനെ തന്നെ, അദ്ദേഹത്തിൻ്റെ എഴുത്തും അങ്ങനെ തന്നെ. എന്നാൽ ചിലരുണ്ട് എഴുതുന്നത് വലിയ മിസ്റ്റിസിസം ആയിരിക്കും. കണ്ട ഈ മരങ്ങോടനാണോ ഇത് എഴുതിയത് നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോകും, ഇല്ലേ? അത് ആരുടെയും കുറ്റമല്ല, രൂപമല്ല ഞാൻ പറയുന്നത്. സ്വഭാവത്തിലെ കാർക്കശ്യമായാലും ശരി, പെരുമാറ്റത്തിലെ ഹൃദ്യത ഇല്ലായ്മയായാലും ശരി, സ്വാർത്ഥത കൊണ്ട് അയാളുടെ ഒരു മാസ്ക് ഉണ്ടെങ്കിലും ശരി, അങ്ങനെയൊക്കെ പല കാര്യങ്ങളുണ്ട്. എന്നാൽ വയലാറിനെ സംബന്ധിച്ചിടത്തോളം ഈ പുറമേ കാണുന്ന ആ വ്യക്തിത്വവും അദ്ദേഹത്തിൻ്റെ കാവ്യ വ്യക്തിത്വവും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കാമുകന്മാരെ പറ്റി പറയുമ്പോൾ, പുരുഷന്മാർക്ക് വേണ്ടി എഴുതി കൊടുത്ത പാട്ടുകളെ പറ്റി പറയുമ്പോൾ, സാധാരണ മലയാളികൾക്കുള്ളതിനേക്കാളും ഇത്തിരി കൂടെ ഒരു ഒഡാസിറ്റി അദ്ദേഹത്തിൻ്റെ ഈ പ്രണയഗാനങ്ങളിൽ വയലാർ തിരികെ വയ്ക്കുന്നുണ്ട്. അത് വയലാറിൻ്റെ ജീവിതത്തിലെ തന്നെ ഒരു ഒഡാസിറ്റി ഉണ്ട്. ഇപ്പോൾ തിരുവില്ലോ മലയിൽ നേരിച്ചു കൊണ്ടുവരും ഇടനീൽക്കുളവിൽ ഉടയ്ക്കും ഞാൻ. ഉടച്ചോട്ടെ എന്ന് ചോദിക്കുകയല്ല, ഉടയ്ക്കും ഞാൻ എന്നാണ് പറയുന്നത്. അപ്പോൾ താഴമ്പൂ മണമുള്ള തണുപ്പുള്ള രാത്രിയിൽ തനിച്ചിരുന്നുറങ്ങുന്ന ചെറുപ്പക്കാരി, പൂമുഖ കിളിവാതിൽ അടയ്ക്കുകയില്ല, കാമിനി നിന്നെ ഞാൻ ഉറക്കുകയില്ല. അത് ഒരു ഒഡാസിറ്റിയാണ്. അത്ര നല്ലതാണെന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ നിയമവ്യവസ്ഥയിൽ പ്രശ്നമായി മാറും അത്. പക്ഷെ അന്നത്തെ നിയമത്തിൽ അത് കുഴപ്പമല്ല. അന്നത്തെ ഒരു യുവത്വത്തിൻ്റെ ഒരു രീതിയിൽ അതൊരു നല്ല ലക്ഷണമായിട്ടൊക്കെ കണ്ടിട്ടുണ്ടാവണം. അന്നത്തെ ഒരു രീതിയാണ്. അപ്പോൾ ഒരു ഒഡാസിറ്റി ഉണ്ട്. അത് ജീവിതത്തിലും അങ്ങനെയൊക്കെ തന്നെയാണ്. ഗുരുവായൂർ അമ്പലം നിലയിൽ ഒരു ദിവസം ഞാൻ പോകും, ഗോപകുമാരനെ കാണും എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു ഒഡാസിറ്റി, ഒരു ധാർഷ്ട്യമൊക്കെ ഉണ്ട്. ഒരു പ്രണയധാർഷ്ട്യം. അതുകൊണ്ടാണല്ലോ ഈ പ്രണയത്തിലൊരു ധാർഷ്ട്യം എപ്പോഴും കാണാൻ ശ്രമിച്ചൊരു കവി കൂടിയാണ്. അത് ചില പാട്ടുകളിൽ ആ പാട്ടിനെ പറ്റി പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്. ഇപ്പോൾ സ്വർഗപുത്രി നവരാത്രി എന്നൊരു പാട്ടുണ്ടല്ലോ, അത് ഇത്ര പ്രകടമായിട്ടാണ് ഒരു കാര്യം പറയുന്നത്. പക്ഷേ നിങ്ങൾ ആ പ്രകടമായിട്ട് പറയുമ്പോൾ അതിനകത്ത് അപ്രസ്തുതമായിട്ടുള്ളൊരു കാര്യം കൂടിയുണ്ട്. ഞാനത് ആ പാട്ടൊന്ന് നിരീക്ഷിച്ചിട്ട് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാം. സ്വർഗപുത്രി നവരാത്രി സ്വർണം പതിച്ചതിൽ സ്വരമണ്ഡപത്തിലെ സോപാന ഗായകനാക്കും. അതെല്ലാം വളരെ ഭംഗിയായിട്ട്. പിന്നീട് വരുമ്പോഴോ, പാൽക്കടൽ തിരകളിൽ അകക്കിയെടുത്ത് പോകുന്നില്ല പുടവ തൊടുമ്പോൾ നിന്നെ പ്രണയപരാധീനയാക്കുവാൻ ഒന്ന് ചുംബിക്കുവാൻ എന്തെന്നില്ലാത്തൊരു അഭിനിവേശം. വല്ലാത്ത പ്രശ്നത്തിലാണ് ഞാൻ. എന്തെന്നില്ലാത്തൊരു പദത്തിൻ്റെ ഒരു ഹൃദ്യതയും സത്യസന്ധതയും. പക്ഷെ നമ്മൾ അപ്പം ചോദിക്കും, ഇയാളൊരു വയലാർ എന്താണ് ഇങ്ങനെ പ്രകടമായിട്ട് ഇതൊക്കെ പറയാമോ, വെൺമണി കവിതകളാണോ എന്ന് ചോദിക്കുമ്പോൾ ഇതൊന്നും ഞാൻ നിന്നോട് പറയുന്നതല്ല കേട്ടോ. സ്വർഗപുത്രി നവരാത്രി, അവിടെയാണ് പോയറ്റിക് ക്രാഫ്റ്റ്. യു കനോട്ട് അക്യൂസ് ഹിം. ഇത് വൾഗാരിറ്റി പറഞ്ഞു, എറോട്ടിസിസം പറഞ്ഞു. സ്വർഗപുത്രി നവരാത്രി, സ്വർണം പതിച്ചതിന് സ്വരമണ്ഡപത്തിലെ സോപാന ഗായകനാക്കൂ. സ്വർഗപുത്രിയായ നവരാത്രിയോടാണ് ഇതെല്ലാം പറയുന്നത്. പാൽക്കടൽ തിരകളിൽ അലക്കിയെടുത്തതിൻ പൂനില പുടവ തൊടുമ്പോൾ, ആരുടെ? ഈ സ്വർഗപുത്രിയായ നവരാത്രിയുടെ പൂനില പുടവ തൊടുമ്പോൾ നിന്നെ കരവലയത്തിൽ ഒതുക്കാൻ ഒന്ന് ചുംബിക്കുവാൻ. വല്ല പ്രശ്നമുണ്ട്? ആർക്കെങ്കിലും കേസ് കൊടുക്കാൻ പറ്റുമോ? നവരാത്രിയോടല്ലേ പറഞ്ഞത്, മനസ്സിലായില്ലേ? ഇതേ വേള തന്നെ സംഗമം ത്രിവേണി സംഗമം എന്നുള്ള ഹൈലി ഈറോട്ടിക് ആയിട്ടുള്ളൊരു സന്ദർഭത്തിന് വേണ്ടി എഴുതപ്പെട്ട ഈറോട്ടിക് അല്ലാത്തൊരു പാട്ട് സംഗമമാണ്, ത്രിവേണി സംഗമമാണ്. ഞാനും നീയും നമ്മുടെ ദാഹവും, അതാണ് ത്രിവേണി. ഞാൻ നീ, രണ്ട് നദികളായല്ലോ. പിന്നെ സരസ്വതി എന്ന് പറയുന്ന അദൃശ്യമായ നദി, അതാണല്ലോ ത്രിവേണി സംഗമം. ഞാനും നീയും നമ്മുടെ പ്രേമവും കൈമാറാത്ത വികാരമുണ്ട്. പക്ഷെ തുടക്കം എന്താണ്?
നാണത്തിൽ മുങ്ങിയ കായലിൻ കവിളിൽ നഖചിത്രം എഴുതും നിലാവിനോടാണ് ഈ സംഭവം മുഴുവൻ പറയുന്നത്. നിങ്ങൾ പോയിട്ട് ആ പാട്ടൊന്നും കൂടെ അനലൈസ് ചെയ്യണം അവിടെ. അപ്പോൾ ഈ ഒരു ക്ലെവർനെസ് ഉണ്ട്. ഇതൊക്കെ മലയാളിക്ക് ഇഷ്ടമാണ്. കാരണം നമ്മളങ്ങനെയാണല്ലോ, വളച്ചു കെട്ടി പറയുക, അങ്ങനെ കുറച്ച് രണ്ടർത്ഥ പ്രയോഗം, അതൊക്കെ മലയാളിക്ക് ഇഷ്ട വിനോദങ്ങളാണ്. ഇതെല്ലാം അത് സ്വാംശീകരിച്ചിരിക്കണം. ഈ പ്രണയഗാനങ്ങളുടെ ഒരു ഒഡാസിറ്റി അന്നത്തെ യുവത്വത്തിന് വയലാറിനെ വളരെ പ്രിയങ്കരനാക്കി. ഞാൻ പറഞ്ഞു വന്നത്, ഒരു പൊയറ്റിക് പേഴ്സണാലിറ്റി, അദ്ദേഹത്തിൻ്റെ കവിതയുമായിട്ടുള്ളൊരു ബന്ധം, ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് ഒരു കവി നമ്മുടെ ഹൃദയത്തിൽ കുടിപാർക്കുന്നത്. വയലാർ എന്ന് പറയുന്ന വ്യക്തിയാണെങ്കിൽ തന്നെ ഒരുപാട് ബന്ധങ്ങളുള്ള, വളരെ ഹൃദ്യതയുള്ള, പിന്നെ ഒരു വേർതിരിവുകളില്ലാതെ വളരെ സുതാര്യമായി ജീവിക്കുന്ന ഒരു മനുഷ്യൻ, ഒരു പച്ചയായ മനുഷ്യൻ. എനിക്ക് അങ്ങനെ വ്യക്തിപരമായ വലിയ അടുപ്പമില്ലെങ്കിലും പെട്ടെന്ന് പിണങ്ങിയതിനേക്കാൾ പെട്ടെന്ന് ഇണങ്ങുകയും ചെയ്യുന്ന ഒരു പച്ചയായ മനുഷ്യൻ. കരയുകയും ചിരിക്കുകയും വഴക്കിടുകയും വഴക്ക് തീർക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പച്ച മനുഷ്യൻ. നമ്മുടെ ONV സാറുമായിട്ട് ഇതേ ഇടയ്ക്ക് പിണങ്ങി. ഞാൻ അനുഭവങ്ങളിൽ നിന്ന് കേട്ടറിവുകളിൽ നിന്ന് പറയുകയാണ്. കാരണം ഇത് ലേഖനത്തിലൊന്നും നമ്മൾ എഴുതുകയില്ലല്ലോ. അപ്പോൾ ONV സാറുമായിട്ട് എന്ത് കൊച്ചു കാര്യത്തിനും സാറുമായിട്ട് പിണങ്ങാൻ പിന്നെ വലിയ ബുദ്ധിമുട്ടില്ല. ONV സാറുമായിട്ട് വളരെ പെട്ടെന്ന് പിണങ്ങാൻ പറ്റും. വയലാർ പിണങ്ങി. അങ്ങനെ വയലാറായിട്ട് പിണങ്ങി, അങ്ങനെ മിണ്ടാട്ടം ഇല്ലാതായി. അപ്പോൾ 2-3 മാസം അങ്ങ് പോയി. അപ്പോൾ വയലാറുമായിട്ട് പിണക്കമാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഒരു ദിവസം രാവിലെ പേപ്പറൊക്കെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാറ് വന്ന് നിൽക്കുന്നു. വയലാർ രാമവർമ്മ പുറത്തിറങ്ങുന്നു. കയ്യിലൊരു ഗിഫ്റ്റൊക്കെ ഉണ്ട്, ഒരു ഭക്ഷണം എന്തോ പുതിയൊക്കെ ഉണ്ട്. അപ്പോൾ സാറ് തന്നെയാണ് പറഞ്ഞത്, ONV സാറ് തന്നെയാണ് പറഞ്ഞത്. സാർ അവിടെ ഇരുന്ന് ഹിന്ദി വരത്തിരുന്ന് പേപ്പർ വായിക്കുകയാണ്. അപ്പോൾ കുട്ടന് നിന്നെ കാണാനല്ല ഞാൻ വന്ന് കേട്ടോ, എൻ്റെ ഭാര്യ എവിടെ വിളിക്കുന്നു. അത് കയറുന്നു, ഭാര്യയുടെ കയ്യിൽ ഇവന് കൊടുക്കരുത് കേട്ടോ എന്ന് പറഞ്ഞിട്ട് പിണക്കം തീർന്നില്ലേ, പിന്നെ കാണാനല്ല വന്നെന്നുള്ള ആമുഖത്തോടു കൂടിയാണ് ഭാര്യയെ കയറുന്നു. അങ്ങനെ പ്രശ്നം. അങ്ങനെ ഒരുപാട് ഹൃദ്യമായിട്ടുള്ള ഒരുപാട് കഥകൾ വയലാറിനെ കുറിച്ച്. ഞാൻ ഈ പറഞ്ഞ പോലെ രാത്രി 8-നും 3-നും ഇടയ്ക്കൊക്കെ ഒരുപാട് കലഹങ്ങളുണ്ടാവും. പിറ്റുന്ന കലഹങ്ങളെല്ലാം അദ്ദേഹം പരിഹരിക്കുകയും വളരെ ഒരു ജീവിതം ആഘോഷമാക്കി മാറ്റിയ ഒരു വയലാറാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ജീവിത ആസക്തി ഉണ്ട് കേട്ടോ. ആ ആസക്തി പാട്ടുകളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ പൊയറ്റിക് പേഴ്സണാലിറ്റിയുടെ ഒരു ഹൃദ്യത, അദ്ദേഹം പറയുന്നതും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വവും തമ്മിൽ വ്യത്യാസമില്ല എന്ന് നമുക്ക് തോന്നുമ്പോഴാണ് അദ്ദേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് നേരെ കഥകൾ തട്ടാതെ തന്നെ അകത്ത് കയറി വരുന്നത്. അതുകൊണ്ടാണ്. അവിടെ നിൽക്കട്ടെ. ഇനി രാഷ്ട്രീയമായിട്ട് പറഞ്ഞാൽ, വയലാർ രാമവർമ്മ വയലാർ എന്ന സ്ഥലത്ത് ജനിക്കാനും ആ വയലാർ എന്നുള്ളത് ഇവിടുത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഒരു വലിയ അടയാളമായി മാറാനും, എന്നിട്ട് ഒക്ടോബർ 27-ാം തീയതി മരിക്കുമ്പോൾ വയലാർ രക്തസാക്ഷി ദിനത്തിൽ മരിക്കാനുമെല്ലാം ഒരു കവിയെ ചരിത്രം സ്ഥാനപ്പെടുത്തിയെങ്കിൽ, തയ്യാറാക്കിയെടുത്തുവെങ്കിൽ അതിൻ്റെ പിന്നിൽ കൊണ്ട് ചരിത്രത്തിൻ്റെ വലിയൊരു കൗതുകം എനിക്ക് തോന്നുന്നു. വയലാറിൽ ജനിക്കുകയാണ്. വളരെ വളരെ ഓർത്തഡോക്സ് ആയിട്ടുള്ള യാഥാസ്ഥിതികമായിട്ടുള്ള ഒരു കുടുംബത്തിൽ ജനിച്ച് പൂണൂലൊക്കെ ഇട്ട് ഏറ്റുമാനൂർ പോയി ഭജനം ഇരുന്ന് സംസ്കൃതം പഠിച്ച് SSLC വരെ പഠിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ പഠിച്ച് തൊഴിലില്ലാതെയൊക്കെ നടന്ന് പിന്നെ നാടകം എഴുതി, പിന്നെ ഒരു ജനാധിപത്യം എന്നൊരു പത്രം നടത്തി, നാടകഗാനങ്ങൾ എഴുതി, അങ്ങനെ പതുക്കെ കവിയായി തീർന്ന് വന്ന ഒരു വയലാർ രാമവർമ്മ, ഈ ഓർത്തഡോക്സ് ആയിട്ടുള്ളൊരു രാമവർമ്മ പൂണൂല് പൊട്ടിച്ച് വയലാർ രാമവർമ്മയായിട്ട് മാറുന്നത് ഈ വയലാർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള രാഷ്ട്രീയമായിട്ടുള്ള വികാസങ്ങളുടെ, അല്ലെങ്കിൽ അവിടെ വന്ന് നടന്ന സംഭവങ്ങളുടെ നരബലിയുടെയൊക്കെ ഫലമായിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിലെ അഗാധമായിട്ടുള്ള മാനവികത ഉണർന്നതുകൊണ്ട് കമ്മ്യൂണിസ്റ്റായി തീർന്നയാളാണ് വയലാർ രാമവർമ്മ. കയറു പിരിക്കും തൊഴിലാളിക്കൊരു കഥയുണ്ട് ജ്വല സമരകഥ, അത് പറയുമ്പോൾ എന്നോട് നാടിന് അഭിമാനിക്കാൻ വകയില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രക്തം പുരണ്ട മന്ദരികളെ എടുത്ത് താലോലിച്ചുകൊണ്ട് മനുഷ്യ രക്തത്തിനോട് സാധാത്മ്യം പ്രാപിച്ച ഒരു വലിയ കവിയാണ്. വലിയ കവി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള കവിതയിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മാനിഫെസ്റ്റോ തന്നെ അതാണല്ലോ, സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്ത ഒരു തത്വശാസ്ത്രത്തെയും. അവിടെ വാസ്തവത്തിൽ വളരെ കൺവെൻഷനലായിട്ടുള്ള രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തെ അദ്ദേഹം ചെറുതായിട്ട് വെല്ലുവിളിക്കുന്നു പോലുമുണ്ട്. നിങ്ങൾ മനുഷ്യപക്ഷത്തു നിന്ന് അകലുകയാണ് എങ്കിൽ ഞാൻ നിങ്ങളോടൊപ്പം സ്നേഹിക്കാനില്ല എന്ന് പറയാനുള്ള ധാർഷ്ട്യവും ഇടതുപക്ഷ സഹയാത്രികനായിരുന്നിട്ട് പോലും ആ കവി പ്രകടിപ്പിക്കുന്നുണ്ട്. അത് ONVയും പ്രകടിപ്പിക്കുന്നുണ്ട്. തച്ചുടയ്ക്കലിൽ തത്വശാസ്ത്രങ്ങൾക്ക് അപ്രാപ്യമി കൊച്ചു ദുഃഖത്തിൻ പച്ചത്തുരുത്തിൽ അണഞ്ഞു ഞാനെന്ന് 60കളിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനുണ്ടായ അധികാര രാഷ്ട്രീയവുമായിട്ടുള്ള വീഴ്ചയിൽ ഉണ്ടായിട്ടുള്ള അപജയങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് കവിയായിരുന്ന ONV സാറും അങ്ങനെ തന്നെ പറഞ്ഞു, വയലാറും അങ്ങനെ തന്നെ പറഞ്ഞു, സ്നേഹിക്കുകയില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്ത ഒരു തത്വശാസ്ത്രത്തെയും. ആ ഒരു മനുഷ്യ സ്നേഹം,
അഗാധമായിട്ടുള്ള മനുഷ്യ സ്നേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉടനീളമുണ്ടായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. അതവിടെ നിൽക്കട്ടെ. ഇനി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, വയലാർ എന്ന് പറയുന്ന ഗാനരചയിതാവ് മലയാള ചലച്ചിത്ര രംഗത്തിന് ഇത്രയേറെ അനിവാര്യനും അവിഭാജ്യനും പ്രിയങ്കരനുമായി തീർന്നതിൻ്റെ മറ്റൊരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളുടെ അനന്യത തന്നെയാണ്. ഗാനങ്ങളുടെ അനന്യത. ആ അനന്യത എന്ന് പറയുന്ന വാക്കിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ സംക്ഷേപിക്കുന്നുണ്ട്. ഒന്ന്, നമുക്ക് എത്രയോ നല്ല ഗാനരചയിതാക്കളുണ്ട്. ONV സാറുണ്ട്, P ഭാസ്കരനുണ്ട്, അതിനു മുമ്പ് എത്രയോ പാട്ടുകളിവിടെ ശ്രീകുമാരൻ തമ്പിയുണ്ട്, യൂസഫലിയുണ്ട്, ബിച്ചു ഉണ്ട്. എല്ലാവരും നല്ല ഗാനരചയിതാക്കളുണ്ട്, യാതൊരു സംശയവുമില്ല. P ഭാസ്കരനാണെങ്കിൽ മറ്റൊരു തലത്തിലാണ് നിൽക്കുന്നത്. എന്നാൽ അതിൽ നിന്നെല്ലാം വയലാർ രാമവർമ്മ വ്യത്യസ്തനാകുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ എന്ന് പറയുന്നത് കഥ പറയുന്ന ഗാനങ്ങളാണ്. ഒരു കഥ, ഒരു സിനിമ അദ്ദേഹത്തെ ഏൽപ്പിച്ചാൽ ആ ഗാനങ്ങളിലൂടെ ആ സിനിമയുടെ കഥ മുഴുവൻ 12 വരികളിൽ ഒതുക്കി തീർക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്ന ഒരു ചാതുരി. 2-3 ഉദാഹരണങ്ങൾ കൊണ്ട് ഞാനത് വ്യക്തമാക്കാം. അഗ്നിപുത്രി എന്ന സിനിമ നിങ്ങൾക്കറിയാമല്ലോ. അഗ്നിപുത്രി SL പുരം സദാനന്ദൻ്റെ നാടകമാണ്. ഒരു നശിച്ചു പോയൊരു ജീവിതത്തിൽ നിന്ന് ഒരു പ്രൊഫസർ അവളെ കല്യാണം കഴിച്ച് കൊണ്ടുവരുന്നതോ അയാളുടെ ജ്യേഷ്ഠൻ തന്നെയാണ് ഇവരുടെ നാശത്തിന് നിദാനമായിരുന്ന കഥാപാത്രം. ആ വീട്ടിലേക്കാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ പ്രൊഫസർ അവളിൽ അനുരക്തനാകുന്നതിന് മുമ്പ്, അല്ലെ കല്യാണം കഴിക്കാമെന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് ആ ഷെൽട്ടറിൽ ആ റെസ്ക്യൂ ഹോമിൽ ഷീല അഭിനയിക്കുന്ന സിന്ധു എന്ന കഥാപാത്രം പാടുന്ന ഒരു പാട്ട് വേണമെന്നേ സംവിധായകൻ പറയുന്നുള്ളൂ. ആ പാട്ട് കേട്ട് ആകർഷ്ടനായിട്ടാണ് ഈ വന്ന അതിഥി അവളെ കല്യാണം കഴിച്ച് കളയാം എന്ന് വിചാരിക്കുന്നത്. ആ പാട്ട് എന്തായിരിക്കണം? നമുക്ക് എന്തു എഴുതാം. പക്ഷേ അവിടെ സിന്ധു എന്ന് പറയുന്ന തീയിൽ കുരുത്ത ഒരു പെൺകുട്ടി പാടുന്ന പാട്ട് എന്താണ്? കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ. അതിനകത്ത് ആ കഥാപാത്രത്തിൻ്റെ ജീവിത സിദ്ധാന്തവും ജീവിതത്തോടുള്ള അനാസക്തിയും എല്ലാം കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ എന്ന ഒറ്റ വാക്കിൽ എന്ന് പറഞ്ഞാൽ യു ഹാവ് ഡിസ്കാർഡഡ് മീ, ഞങ്ങളെ ഉപേക്ഷിച്ച ദൈവത്തെയാണ്. കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ, കരയാനറിയാത്ത ചിരിക്കാനറിയാത്ത കളിമൺ പ്രതിമകളെ. എനിക്ക് പ്രത്യേകിച്ചൊരാവശ്യമില്ല കേട്ടോ. മറക്കൂ, നിങ്ങൾ അനുഗ്രഹിക്കാനല്ല പറയുന്നത് കേട്ടോ, മറക്കൂ, നിങ്ങൾ ഈ ദേവദാസിയെ മറക്കൂ. ആ ഒരു 4 വരിയിൽ ആ കഥാപാത്രത്തിൻ്റെ അപ്പോഴത്തെ ജീവിതവുമായിട്ടുള്ള ബന്ധം, അവൾ ജീവിക്കുന്ന അവസ്ഥയുടെ ഒരു നിരാലംബമായിട്ടുള്ള, എനിക്ക് ആരുമില്ല ഈ പ്രപഞ്ചത്തിൽ എന്നുള്ള ഒരു കണ്ടംഡായിട്ടുള്ള ഒരവസ്ഥ, ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഒരവസ്ഥ, എന്നെ രക്ഷിക്കാൻ ഈശ്വരൻ പോലുമില്ല എന്ന മാനസിക അവസ്ഥയിൽ നിന്ന് അവൾ പാടുകയാണ്. പിന്നീടുള്ള 2 ചരണത്തിൽ 2 ഇമേജിലൂടെ ഈ കഥാപാത്രം ആരാണ് എന്ന് നമ്മളോട് പറയുന്നത് 2 ഇമേജുകളാണ് കേട്ടോ. 1000 അന്തഃപുരങ്ങളിൽ ആരാധിച്ചവൾ ഞാൻ, നിങ്ങളൊരിക്കൽ ചൂടിയെറിഞ്ഞൊരു നിശാഗന്ധിയാണ് ഞാൻ. പിന്നെ മറ്റിടത്ത് പറയുന്നുണ്ട്, നിങ്ങളുടെ മുമ്പിൽ കർപ്പൂരനാളമായി കത്തിയെരിഞ്ഞവൻ. അപ്പോൾ ഈ ചൂടിയെറിഞ്ഞ തുളസിക്കതിരും നിശാഗന്ധിയും അണഞ്ഞുപോയ കർപ്പൂരനാളവും ഈ ഇമേജുകളിലൂടെ താൻ ആരാണ് എന്ന് അവളുടെ ഒരു സെൽഫ് അവെയർനെസ്, എന്നെക്കുറിച്ചുള്ള എൻ്റെ ഒരു ആത്മബോധം, ആ ആത്മബോധത്തിൽ സന്നിഹിതമായിരിക്കുന്ന ഒരു അവമതിപ്പ്, പറ്റി തന്നെയുള്ള ഒരു മതിപ്പില്ലായ്മ, സെൽഫ് ഇമേജിൻ്റെ ഇതെല്ലാം ഈ കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ എന്നുള്ള ആ പ്രയോഗത്തിലും ആ പാട്ടിലും കൂടെ സന്നിഹിതമാക്കി വച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ടെക്നിക്കുകളാണ് വയലാറിൻ്റെ ഗാനങ്ങളെ പ്രിയങ്കരമാക്കുന്നതിലെ ഏറ്റവും വലിയ ഘടകം. ഇനിയുണ്ട് അശ്വമേധം എന്നുള്ള ചിത്രം നമുക്കറിയാം. കുഷ്ഠരോഗം പിടിക്കുന്നതാണ് കഥാനായികയെ, കുഷ്ഠം വരുന്നതാണ് വിഷയം. ഈ രോഗം അറിയുന്നതിന് മുൻപ് അവൾ പാടുന്നൊരു പാട്ടുണ്ടല്ലോ, അതിമനോഹരിയായിട്ടുള്ള ഷീല എന്ന് പറയുന്ന ഷീല, 7 സുന്ദര രാത്രികൾ. അത് എന്താണോ പാടേണ്ടത് അതാണ്. ഈ 7 സുന്ദര രാത്രികൾക്കിടയിൽ ഈ സുന്ദരമല്ലാത്ത കാര്യങ്ങൾ നടക്കുന്ന കഥാകൃത്തിന് അറിയാമല്ലോ. അതുകൊണ്ട് അവൾ പാടുന്നു 7 സുന്ദര രാത്രികൾ, ഏകാന്ത സുന്ദര രാത്രികൾ. ഏകാന്തത സുന്ദരമാകുന്നത് എപ്പോഴാണ്? 7ാം രാത്രി കഴിയുമ്പോൾ ഏകാന്തത അവസാനിക്കുമല്ലോ എന്നുള്ള ചിന്ത കൊണ്ടാണ് ഏകാന്തത സുന്ദരമാകുന്നത്. പ്രാസത്തിന് മാത്രം എഴുതുന്നല്ല കേട്ടോ, അങ്ങനെയൊന്നും ധരിക്കരുത്. 7 സുന്ദര രാത്രികൾ, ഏകാന്ത സുന്ദര രാത്രികൾ. ഏകാന്ത സുന്ദരമായത് എന്തുകൊണ്ട്? വിവാഹപൂർവ്വ രാത്രികളാണ്. അതുകൊണ്ടാണ് വികാര തരളിത രാത്രികളായത്. അപ്പോൾ ഈ പിന്നെ പ്രാസം വരുന്ന വഴി നോക്കിയാൽ നമ്മളെപ്പോലുള്ള കവികൾ സാഷ്ടാംഗം പ്രണയിച്ചു പോകും കേട്ടോ, അത് മറ്റൊരു കാര്യം. അപ്പോൾ അങ്ങനെ വാസര സ്വപ്നത്തിനോട് തളികയിൽ നിന്ന് നിങ്ങൾ എനിക്ക്
മംഗളപത്രവും സംഗമദീപവും ഒക്കെ തരുമോ എന്ന് ചോദിച്ച് വളരെ ഹാപ്പി ആയിരുന്ന കഥാനായിക പെട്ടെന്ന് കല്യാണത്തിന് കുറച്ച് മുമ്പ് കുഷ്ഠരോഗമാണെന്ന് മനസ്സിലാക്കുകയും സാനിറ്റോറിയത്തിൽ അടയ്ക്കപ്പെടുകയും ചെയ്യുമ്പോൾ ആ സാനിറ്റോറിയത്തിൽ അന്തേവാസികൾക്ക് വേണ്ടി വീണ്ടും ഒരു പാട്ട് പാടുന്നു. ഇപ്പോൾ ഗാനരചയിതാവിനോട് എന്താണ് പറയുന്നത്? 2 പാട്ടാണ്. എല്ലാവരുടെ അടുത്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക വിൻസെന്റ് മാഷ്. 2 പാട്ടുണ്ട് കേട്ടോ ഹീറോയിൻ പാടുന്നത്. ഒന്ന് അവൾ കല്യാണം കഴിക്കുന്നതിൻ്റെ 7 ദിവസത്തിന് മുമ്പ് 5-6 ദിവസമായിരിക്കും കഥയിൽ പാടുന്ന ഒരു പാട്ട്, ഹാപ്പി ആയിട്ട് പാടുന്ന ഒരു പാട്ട്. 2 കുഷ്ഠരോഗ ആശുപത്രിയിൽ അടച്ചതിന് ശേഷം അവർക്ക് വേണ്ടി പാടിക്കൊടുക്കുന്ന ഒരു പാട്ട്. 2 പാട്ടല്ലേ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ ഈ ആദ്യത്തെ പാട്ട് നമ്മൾ കേട്ടു. 2ാമത്തെ പാട്ടിൽ ഈ വളരെ സുന്ദരിയും സുശീലയുമായിരുന്ന സന്തോഷവതിയായിരുന്ന കഥാനായിക കുഷ്ഠരോഗികൾക്കൊപ്പം ഈ സാനിറ്റോറിയത്തിൽ കിടക്കുകയാണ്. അവരെല്ലാം വെളിയിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇരിക്കുമ്പോൾ പാടുന്ന പാട്ട് എന്താണ്? കറുത്ത നമ്മൾ അതിൻ്റെ വരികൾ മാത്രം വായിച്ചാൽ വളരെ നീളമുള്ളതും ഗദ്യം പോലെ ഇരിക്കുന്നതുമായിട്ടുള്ള രചനയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് തോന്നാം. അന്ന് ഈ കോട്ടയത്ത് നിന്ന് ഇറങ്ങുന്ന ഒരു സിനിമാ മാസിക ഉണ്ടായിരുന്നു. ശങ്കരൻ നായർ ഒരാൾ നടത്തിക്കൊണ്ടിരുന്നൊരു സിനിമാ മാസിക. അതിനകത്ത് ഈ വരികളൊക്കെ നേരത്തെ പാട്ടുകൾ വരും. അപ്പോൾ ഞാൻ ഈ പാട്ട് വായിച്ചിട്ട്, സിനിമ വന്നിട്ടില്ല, ട്യൂൺ കേട്ടിട്ടില്ല, ഇപ്പോഴത്തെ പോലെ യൂട്യൂബൊന്നും ഇല്ലല്ലോ, പടം കണ്ടെങ്കിലേ നമുക്ക് പാട്ട് അറിയാൻ പറ്റുള്ളൂ. എന്നാൽ ഇങ്ങനൊരു വരി എന്തിനെഴുതി? ഈ കറുത്ത ചക്രവാളം മതിലുകൾ ചൂഴും കാരാഗ്രഹമാണ് ഭൂമി. ഇതെങ്ങനെ ട്യൂൺ ചെയ്യും? അപ്പോൾ ഞാൻ എൻ്റെ അപക്വമായിട്ടുള്ള സംഗീത ബോധം കൊണ്ട് ഇതൊക്കെ ട്യൂൺ ചെയ്യാൻ നോക്കി, നടക്കാതെ വളരെ പരാജയപ്പെട്ട് ഇതത്ര നന്നായില്ല. ശരി, വയലാർ ഇങ്ങനെയൊന്നും എഴുതണ്ടായിരുന്നു, കുറച്ചുകൂടെ നന്നായിട്ട് എഴുതാമായിരുന്നൊക്കെ നമ്മളങ്ങനെ ക്രിട്ടിക്കലായിട്ട് നടക്കുകയാണ്. അപ്പം പിന്നെയാണ് ഇത്തിരി ബോധം വന്നതിന് ശേഷം, പിന്നെ പാട്ട് കേട്ടപ്പോഴാണ് നമ്മൾക്ക് മനസ്സിലാവുന്നത് ഒരു ലോങ് മീറ്റർ എന്താണ്. ലോങ് മീറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു മൊണോട്ടണിയാണ്. സമയം ഇങ്ങനെ കെട്ടിക്കിടക്കുകയാണ്, തളം കെട്ടിക്കിടക്കുകയാണ്. വേറെ മറ്റേതോ 7 സുന്ദര രാത്രികൾ, വളരെ ക്വിക്കായിട്ട് പോകുന്ന താളമാണ്. 7 സുന്ദര രാത്രികൾ, ഏകാന്ത സുന്ദര രാത്രികൾ. എന്നാൽ ഇവിടെ അതല്ല, ജീവിതം തളം കെട്ടിക്കിടക്കുകയാണ്. ഈ സാനിറ്റോറിയത്തിന് ചുറ്റുമുള്ള മതിലല്ല പ്രശ്നം, കറുത്ത ചക്രവാള മതിലുകൾ ചൂഴും കാരാഗ്രഹമാണ്. ഈ ഭൂമി തന്നെ ഒരു കാരാഗ്രഹമാണ്. കാരണം എങ്ങോട്ട് പോകും? ഈ ഭൂമി കാരാഗ്രഹമാണെങ്കിൽ നമ്മൾ എങ്ങോട്ട് പോകും? മരണം കൊണ്ടുള്ള രക്ഷപ്പെടല്ലാതെ മറ്റൊന്നുമില്ല. മാത്രവുമല്ല, വിധിയോട്, ദൈവത്തിനോട്, ഡെസ്റ്റിനിയോട് ചില ചോദ്യങ്ങളുണ്ട്. ഞങ്ങളെ മാത്രം കറുത്ത ചായം മുക്കി എന്തിനീ മണ്ണിൽ വരച്ചു? ഇവിടെ എല്ലാം വർണ്ണചിത്രങ്ങൾ ആയിട്ട് വസന്തം അങ്ങനെ വന്ന് നിൽക്കുകയാണ്. ഭൂമിയിൽ വസന്തം അങ്ങനെ വർണ്ണചിത്രങ്ങൾ രചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളെ മാത്രം കറുത്ത ചായം മുക്കി എന്തിനീ മണ്ണിൽ വരച്ചു. എൻ്റെ ഒരു ഇൻഡിഗ്നേഷനാണ്, ഒരു ധാർമ്മിക രോഷമാണ്. ഞങ്ങളെ മാത്രം എന്നുള്ള വാക്കുണ്ട്. ഞങ്ങളെ മാത്രം കറുത്ത ചായം മുക്കി എന്തിനീ മണ്ണിൽ വരച്ചു. മറ്റതോ, പൂജയ്ക്കെടുക്കാതെ പുഴുകുത്തി നിൽക്കും ഈ പൂക്കളെ നിങ്ങൾ മറന്നു. അതിനകത്ത് ഈ കഥാപാത്രത്തിൻ്റെ മനസ്സ് മുഴുവൻ ഈ 2 ഇമേജുകളിലുണ്ട്. പൂജയ്ക്കെടുക്കാതെ പുഴുകുത്തി നിൽക്കും ഈ കുഷ്ഠരോഗമാണെന്ന് ആലോചിച്ചോണം കേട്ടോ. പൂജയ്ക്കെടുക്കേണ്ട പൂക്കളാണ് ഞങ്ങൾ. അതാണ് 7 സുന്ദര രാത്രികൾ പാടിക്കൊണ്ടിരുന്നത്. പൂജയ്ക്കെടുക്കാതെ പുഴുകുത്തി നിൽക്കും ഈ പൂക്കളെ നിങ്ങൾ മറന്നു എന്ന് പറയുന്നതിനകത്തുള്ളൊരു ഐസൊലേഷൻ, ഒരു ശൂന്യത, ഒന്നും മുമ്പോട്ട് നോക്കാനില്ല എന്ന് പറയുന്നൊരവസ്ഥ. ഈ മതിൽക്കെട്ട് മാത്രം എന്ന് പറയുന്നത് ഈ ചക്രവാളം തന്നെ മതിൽക്കെട്ടാണ്. കാരണം അതിൽ വേറൊന്ന് പറഞ്ഞിട്ടുണ്ട് ആ സിനിമയിൽ തന്നെ, കണ്ടാൽ അകലുന്ന കൂട്ടുകാരോ കല്ലെറിയാൻ വന്ന നാട്ടുകാരോ, അതാണ് അന്നത്തെ അവസ്ഥ. ഒരു കുഷ്ഠരോഗിയെ കണ്ടാൽ അകലുന്ന കൂട്ടുകാരോ കല്ലെറിയാൻ വന്ന നാട്ടുകാരോ എന്നുള്ള നിലയിൽ കുഷ്ഠരോഗികളെ പരിഗണിച്ചിരിക്കുമ്പോൾ ഷീലയുടെ പാട്ട് അപ്പോൾ അതിന് കറുത്ത ചക്രവാള മതിലുകൾ ചൂഴും കാരാഗ്രഹമാണ് ഭൂമി എന്ന് പറയുന്ന നീണ്ട മീറ്റർ അല്ലാതെ വേറെ ഒന്നും ചേരുകയില്ല. നമ്മളെപ്പോലുള്ള എന്നെപ്പോലുള്ള വിവരം കെട്ടവന്മാരൊക്കെ ആയിരിക്കും എന്താണ് ഇത്ര നീട്ടി എഴുതിയിരിക്കുന്നത്. നീട്ടി എഴുതിയെങ്കിലേ ആ മൊണോട്ടണി ഫീൽ ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ഓരോ കഥയുടെയും ആത്മാവിൽ പ്രതിഷ്ഠിക്കുന്ന പാട്ടുകൾ.